കാട്ടാക്കട ജംഗ്ഷനിൽ കവർച്ചാശ്രമം. ക്ഷേത്രത്തിലെ ജീവനക്കാരൻ രാവിലെ ഉണർന്നിരുന്ന സമയമായതിനാൽ മോഷണം പാളി കള്ളൻ ഇറങ്ങി ഓടുകയായിരുന്നു. കാട്ടാക്കട ജംഗ്ഷനിലെ മുടിപ്പുര ക്ഷേത്രത്തിന്റെ അധീനതയിൽ കെട്ടിടത്തിന്റെ പിന്നിലെ ഭിത്തി തുരന്ന് ക്ഷേത്ര പുരയിടത്തിനകത്ത് കടന്ന് ഊട്ടുപുരയ്ക്കും ഫജ്രപുരയ്ക്കും ഉള്ളിൽ കടന്നാണ് കമ്പിപ്പാര വെച്ച് കുത്തി തുരന്ന് കവർച്ചാശ്രമം നടത്തിയിരിക്കുന്നത്. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവമെന്ന് കരുതുന്നു. മുടിപ്പുര ക്ഷേത്രത്തിൽ ഒടുവിലത്തെ വെള്ളിയാഴ്ചയായ ഇന്ന് കഞ്ഞിവീഴ്ത്ത ദിവസമാണ്. ചൊവ്വ, വെള്ളി, തലേ ദിവസം ക്ഷേത്ര ജീവനക്കാർ ഇവിടെ തങ്ങാറുണ്ട്. പുലർച്ചെ ക്ഷേത്ര ഒരുക്കങ്ങൾക്കായി ജീവനക്കാരൻ ഇറങ്ങി വരുന്ന സമയത്താണ് ഒരാൾ മതിൽ ചാടിക്കടന്ന് പുറത്തേക്ക് ഓടുന്നത് കണ്ടത്. ക്ഷേത്ര ജീവനക്കാരൻ ശശിധരൻ ഇയാൾക്ക് പിന്നാലെ ഓടിയെങ്കിലും ഇയാൾ കഞ്ചിയൂർക്കോട റോഡ് വഴി ഓടി മറഞ്ഞു. തിരികെ വന്ന് നോക്കുമ്പോഴാണ് വാടക കെട്ടിടത്തിലെ ഭിത്തി തുരന്നിരിക്കുന്നത് കണ്ടത്. ജ്വല്ലറിയും ഫാൻസി സ്റ്റോറും ചേർന്നിരിക്കുന്ന ഭിത്തിയാണ് കള്ളൻ തുരന്നത്. 1 അടിയോളം പൊക്കത്തിൽ കമ്പിപ്പാര വെച്ച് കുത്തി തുരന്നിട്ടുണ്ട്. ക്ഷേത്ര ജീവനക്കാരൻ ഇറങ്ങി വരുന്നത് കണ്ട് കമ്പിപ്പാര ഉപേക്ഷിച്ച് കള്ളൻ ഇറങ്ങി ഓടിയതെന്ന് കരുതുന്നു. കാട്ടാക്കട ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രാജേഷ്, സബ് ഇൻസ്പെക്ടർ കിരൺ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജംഗ്ഷനിൽ പുലർച്ചെ വരെ ആളുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു മോഷണ ശ്രമം നടന്നിരിക്കുന്നതെന്ന ഞെട്ടലിലാണ് സ്ഥലത്തുള്ളവർ. സമീപത്തെ CCTVകളിൽ നിന്നും ദൃശ്യങ്ങൾ സ്വീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തി. പല്ലും തേച്ചിട്ട് ഒരു 3 മണിയായപ്പോഴേക്കും കഞ്ഞിപ്പരയിലോട്ട് പോകുന്ന സമയത്താണ് ഒരാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ മൂലയിൽ നിന്ന് ചാടി പോണത് കണ്ട്. ചാടുന്നത് കണ്ടില്ല, അത് അകത്തുനിന്ന് ചാടിയത് കണ്ടില്ല, പുറത്തുനിന്ന് പിന്നെ പാര അവിടെ വെച്ചിട്ട് ഓടി അപ്പുറത്തെ മുതൽ ചാടി പൈപ്പിൻ്റെ അതുവഴി ചാടി നേരെ കഞ്ചൂർ കോണം ഭാഗത്തോട്ട് ഓടി. അപ്പം ഞാൻ കുറച്ച് ദൂരം വരെ ഓടി, പക്ഷെ അങ്ങ് ചെല്ലാൻ പറ്റി. ഇത് മോഷണമാണോ ഇല്ലെന്ന് അറിഞ്ഞില്ല, ഇത് കണ്ടില്ലല്ലോ. സംഭവം പിന്നീടാണ് കാണുന്നത്. സംഭവം പിന്നീട് ഇത് പാരയും എടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കുമാണ് ഇത് എടുത്ത് മറ ഒക്കെ വെച്ചിട്ടാണ് സംഭവം ചെയ്തത്.